ബൈസൺ വാലി ചൊക്കർമുടി മലനിരകളിലെ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം രംഗത്ത്. കയ്യേറ്റത്തിന് രാഷ്ട്രീയ ഉദ്യോഗസ്ഥ സഹായം ലഭിച്ചിട്ടുണ്ടെന്നും നടപടി സ്വീകരിക്കാത്ത പക്ഷം ശക്തമായ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു. ബൈസൺ വാലി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പരിസ്ഥിതി ലോല മേഖലയായ ചൊക്രമുടി മലനിരകളിലാണ് അനധികൃത കയ്യേറ്റം നടക്കുന്നത്. കയ്യേറ്റത്തിനെതിരെ ബൈസൺ വാലി ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് മെമ്പർമാരും നേതാക്കളും പ്രത്യക്ഷ പ്രതിഷേധവുമായി രംഗത്തെത്തി. പുൽമേടുകളും പാറക്കെട്ടുകളും കൊണ്ട് പ്രകൃതിദത്തമായ ചൊക്രമുടിയെയാണ് ഭൂമാഫിയ സംഘങ്ങൾ കൈയടക്കിയിട്ടുള്ളത്. റവന്യൂ വകുപ്പിന്റെ അധീനതയിലുള്ള പ്രദേശം കൃത്രിമ രേഖകളുടെ പിൻബലത്തോടെയാണ് റിസോർട്ട് മാഫിയ കൈയടക്കിയിട്ടുള്ളത്. സർക്കാർ ഭൂമി കയ്യേറി കൈവശ ഭൂമി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് കൃത്രിമമായ രേഖകളിലൂടെ പട്ടയം തരപ്പെടുത്തുകയാണ് ഭൂമാഫിയകളുടെ രീതി. ഇതിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും പിന്തുണ മാഫിയയ്ക്ക് ലഭിക്കുന്നുമുണ്ട്. സർവേ നമ്പർ 27/1ൽപ്പെട്ട ചൊക്രമുടി മലനിരകളിൽ നീലക്കുറിഞ്ഞി പൂത്തൊലിയുന്ന മേഖല കൂടിയാണ്. ഈ പ്രദേശത്താണ് ഭൂമാഫിയ പാറ പൊട്ടിച്ചും അപൂർവ ഇനം മരങ്ങൾ വെട്ടിക്കടത്തിയും പൊതുസ്വത്ത് വിൽപ്പന നടത്തി സാമ്പത്തിക നേട്ടം കൊയ്യുന്നത്. മലയടിവാരത്തുള്ള ആദിവാസി പട്ടികജാതി വർഗ വിഭാഗങ്ങളുടെ കുടിവെള്ളവും ജീവിത മാർഗങ്ങളും തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഭൂമാഫിയ വനംകൊള്ള നടത്തുന്നതെന്നാണ് ഉയരുന്ന ആരോപണം. സംഭവത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം ജനകീയ സമരങ്ങൾ നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു. ഈ പരാതിയെല്ലാം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഭരണകക്ഷിയുടെ ചില നേതാക്കന്മാര് പറയുന്നത് ഇവിടുത്തെ ഭൂമി കയ്യേറ്റം തടയേണ്ടത് 5ാം വാർഡ് മെമ്പറുടെ ഉത്തരവാദിത്വമായിരുന്നു. അത് പ്രതിപക്ഷത്ത് കോൺഗ്രസിന്റെ മെമ്പർ ആയതുകൊണ്ട് അദ്ദേഹമായിരുന്നു ഈ കയ്യേറ്റമൊക്കെ കയ്യേറ്റം തടയേണ്ടിയിരുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഭരണകക്ഷിയിലെ ഉന്നത വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പാർട്ടിയും ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയും ഒക്കെ ഈ കാര്യത്തിൽ കുറ്റകരമായ അനാസ്ഥ കാണിക്കുന്നു. അതുകൊണ്ട് ഈ നടപടികൾ അവസാനിപ്പിക്കുവാനും ചൊക്കരമുടി ഒറ്റമരം ഗ്യാപ്പ് റോഡിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെപ്പിക്കാനും റവന്യൂ ഭൂമിയും വനഭൂമിയും അതുപോലെ കൃഷിഭൂമിയും സർക്കാർ ഇടപെട്ട് റവന്യൂ വകുപ്പ് ഇടപെട്ട് ജണ്ട കെട്ടി അതിർത്തി നിശ്ചയിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഉടൻ തന്നെ നടപടി ഉണ്ടാകുന്നില്ല എങ്കിൽ കോൺഗ്രസ് ബൈസൺ വാലി മണ്ഡലം കമ്മിറ്റിയും അതുപോലെ ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുമായി ആലോചിച്ച് പ്രത്യക്ഷ സമരപരിപാടികൾ നടത്തുവാനുള്ള ആലോചനകളും തീരുമാനങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജില്ലാ കളക്ടർക്ക് കൊടുത്തിരിക്കുന്ന പരാതിയെ സംബന്ധിച്ച് പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ 5ാം വാർഡിലെ മെമ്പർ കൊടുത്തിരിക്കുന്ന പരാതിയും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കൊടുത്തിരിക്കുന്ന പരാതിയെ സംബന്ധിച്ചും സമഗ്രമായ അന്വേഷണം നടത്തുകയും കയ്യേറ്റക്കാരായിരുന്നാലും അവരുടെ പേരിൽ കർശനമായ നടപടി സ്വീകരിക്കുവാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ആവശ്യപ്പെടുവാനുള്ളത്. കയ്യേറ്റം സംബന്ധിച്ച ജില്ലാ കളക്ടർ, വില്ലേജ് ഓഫീസർ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി തുടങ്ങിയവർക്ക് രേഖാമൂലം പരാതി സമർപ്പിച്ചതായും കോൺഗ്രസ് ബൈസൺ വാലി മണ്ഡലം പ്രസിഡന്റ് തോമസ് നിരവത്തുപറമ്പിൽ, DCC മെമ്പർ ജോസഫ് വട്ടോത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ സന്തോഷ് ഭാസ്കരൻ, സിജു ജേക്കബ്, രതീഷ് TN എന്നിവർ രാജാക്കാട്ടിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, രാജാക്കാട്. ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.